ഒളിച്ചു കളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമോ കൂട്ടുകാരെ? അറിയാം. മിൽക്കർ പടിയെ ചുപ്പൻ ചുപ്പായി. എന്താ ഈ കഥയിൽ പറയുന്നത്? നമ്മള് ഒരു കളിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഒരുപാട് കാലം മുൻപ് തന്നെ കുട്ടികൾ കളിക്കുന്ന കളിയാണ് അല്ലെ. പണ്ട് മുതൽ കേട്ടിട്ടുണ്ട് അല്ലെ കുട്ടികൾ ഒളിച്ചു കളിക്കുന്നത്. ചുപ്പൻ ചുപ്പായി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒളിച്ചു കളിക്കുന്ന. നമുക്ക് ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം അല്ലെ. കുട്ടികളെ എണ്ണുന്നത് കണ്ടോ? 1 2 3 4 5 7 8 9 10 എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വരെ ഉണ്ട്? അങ്ങനെ 100 വരെ ഉണ്ട് അല്ലെ. 100 വരെ ഉണ്ടു അല്ലെ. അതിനെ കുറിച്ചിട്ടാണ്, അങ്ങനെയുള്ള ഒരു കളിയെ കുറിച്ചിട്ടാണ് ഈ കഥയിൽ പറയുന്നത്. എത്രാമത്തെ പാഠാണിത്? 20ാമത്തെ പാഠാണ്. എന്താ കഥയുടെ പേര്? ശീർഷകം എന്താണ്? ഹെഡിങ് എന്താണ് ഇതിന്റെ? ചുപ്പൻ ചുപ്പായി എന്നാണ് എന്റെ ടൈറ്റിൽ അല്ലെ. ഇങ്ങനെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏക് ദിൻ സബ് ചുപ്പൻ ചുപ്പായി ഖേൽ രഹേ थे. ഒരു ദിവസം എന്താണ് എല്ലാവരും അല്ലെ, ഇതില് നമുക്ക് പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലെ. എല്ലാവരും എന്താണ് ചുപ്പൻ ചുപ്പായി കളിക്കായിരുന്നു, ഒളിച്ചു കളിക്കായിരുന്നു അല്ലെ. ഉസ് ദിൻ ജീത് കി ബാരി. അന്ന് ആരുടെ അവസരമായിരുന്നു? ആരുടെ അവസരം എന്ന് പറയുന്നത് എന്താണ്? അന്ന് എണ്ണാനായിട്ട് ആരാണ് ഇവിടെ നിന്നിരുന്നത്? ഏത് കുട്ടിയാണ്? ജീത്തായിരുന്നു അല്ലെ. ജീത്ത് എന്നാണ് ആ കുട്ടിയുടെ പേര്. ജീത്തിന്റെ അവസരമായിരുന്നു. ജീത്ത് സൗത്ത് ഗിൻകർ സബ്കോ ഡൂണ്ട്നെ നിക്കല. ജീത്ത് എത്ര വരെ എണ്ണി? 100 എത്ര പറയാ? 100 കേട്ടാ. സൗത്ത് ഗിൻകർ സബ്കോ ഡൂണ്ട്നെ നിക്കല. 100 വരെ എണ്ണിയിട്ട് എല്ലാവരും നോക്കാനായിട്ട് പോവുകയാണ്. ഇറങ്ങിത്തിരിക്കുകയാണ് കേട്ടാ. കണ്ടോ ആ കുട്ടി ഓടിപ്പോണ കണ്ടോ? 100 വരെ എണ്ണുന്നത് കണ്ടോ? പിക്ചറിലെ മുകളിൽ കാണുന്നുണ്ടല്ലേ. പിന്നെ ആ കുട്ടി നോക്കാനായിട്ട് പോവാണ്. കണ്ടോ? അടുത്ത പേജിലാണ് നമ്മളത് കാണുന്നത്. എന്താണ്? ആരെയാ നോക്കുന്നത്? മോഹിത് ദർവാസയ്ക്ക് പീച്ചെ മിൽ ഗയ. ആദ്യം തന്നെ ആരെ കണ്ടുമുട്ടിയത്? വാതിൽ. വാതിൽ. ദർവാസ എന്താണ്? വാതിൽ. വാതിലിന്റെ പിന്നിലായിട്ട്. പീച്ച് എന്താണ്? പിറകിൽ. പിറകിലായിട്ട് ആരെ കണ്ടുമുട്ടി? മോഹിതിനെ കണ്ടുമുട്ടി. കണ്ടോ മോഹിത് നിൽക്കണ കണ്ടോ? പിന്നെ അടുത്ത പിക്ചറിൽ നോക്കൂ. ജീത്ത് സബ്കോ കമരമേ ഡൂണ്ട്നെ ലഗ. ജീത്ത് പിന്നെന്താണ്? ബാക്കിയുള്ള കുട്ടികളെയൊക്കെ എവിടെയാണ്? സബ്കോ ബാക്കി എല്ലാവരെയും കമര റൂമില്. കമര എന്താണ്? മുറിയിലാണ്, റൂമില് കേട്ടാ. റൂമില് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. ഡൂണ്ട്നെ ലഗ. സബ്കോ കമരമേ ഡൂണ്ട്നെ ലഗ. അന്വേഷിക്കാനായിട്ട് പോയില്ലേ. അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ കണ്ടുമുട്ടിയോ? ബബ്ലി അലമാരിക്ക് പീച്ചെ മിൽ ഗയി. ബബ്ലിനെ എവിടെ വെച്ചിട്ടാ കണ്ടുമുട്ടിയത്? അലമാരിയുടെ പിന്നിലായിട്ട് അല്ലെ, പിറകിലായിട്ട് നിൽക്കുന്നത് കണ്ടു. അതാണ് ആ പേജിൽ കണ്ടേട്ടാ. അതേ കണ്ടോ? അലമാരിയുടെ പിന്നിൽ നിൽക്കുന്നത് കണ്ടോ? അടുത്ത പേജിൽ നോക്കൂ എന്താ വരുന്നത്. മാരിയ പളങ്കെ നീച്ചെ മിൽ ഗയി. മാരിയ എവിടെ വെച്ചിട്ടാ കണ്ടുമുട്ടുന്നത്? കട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ? മാരിയ പളങ്കെ നീച്ചെ മിൽ ഗയി. കട്ടിലിന്റെ താഴെ കേട്ടാ. നീച്ച എന്ന് വെച്ചാൽ എന്താ? താഴെ, അടിയിൽ എന്നൊക്കെയാണ്. പീച്ച എന്ന് വെച്ചാൽ എന്താ? പിറകിൽ എന്നുള്ള അർത്ഥം നമ്മൾ നേരത്തെ കണ്ടല്ലേ. നീച്ച എന്ന് വെച്ചാൽ താഴെ. കട്ടിലിന്റെ അടിയിലായിട്ട് ആരെ കണ്ടുമുട്ടി? മാരിയ. കണ്ടോ? മാരിയ ഇരിക്കുന്നുണ്ടോ? ഉസ്കെ ബാദ് ജീത്ത് ആംഗൻ കി തരഫ് ഗയ. അതിനുശേഷം ജീത്ത് എവിടേക്ക് പോയി? ആംഗൻ. ആംഗൻ എവിടെയാണ്? മുറ്റത്തേക്കാണ് കേട്ടാ. മുറ്റത്തേക്ക് ഇത് ഓടിപ്പോണ കണ്ടോ? അതിന്റെ അവിടെ നിന്ന് ഓടിപ്പോണ കണ്ടോ കുട്ടി? പുറത്തേക്ക് പോകുന്നത് കണ്ടോ പിക്ചറിൽ? അടുത്ത് നോക്കൂ. സിമ്രൻ ദാദിക്ക് പീച്ചെ മിൽ ഗയി. സിമ്രനെ എവിടെ വെച്ചിട്ടാ കാണുന്നത്? ദാദിയുടെ പിന്നിലായിട്ടല്ലേ. ദാദിയുടെ തലയുടെ അവിടെ അങ്ങനെ ഒളിച്ചിരിക്കുന്നത് കാണുകയാണല്ലേ, തലപ്പില്. ദാദി ആരാണ്? നമ്മൾ പഠിച്ചു അല്ലേ. ഫസ്റ്റ് പാഠത്തിലോട്ട് നമ്മൾ പഠിക്കുന്നതാണ് ദാദി. ഈമാക്കി ദാദി പഠിച്ചില്ലേ? ദാദി ആരാണ്? അച്ഛമ്മ അല്ലെ. ദാദിയുടെ പിന്നിലായിട്ട് സിമ്രനെയാണ് കണ്ടുമുട്ടിയത്. അടുത്ത് നോക്കൂ. ജീത്ത് നാസിയക്കോ ആംഗൻമേ ഡൂണ്ട്നെ ലഗ. പിന്നെന്താണ്? ജീത്ത് നാസിയൻ മുറ്റത്ത് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. കണ്ടോ? അത് ആ പേജിൽ കാണുന്നത്. അടുത്ത പേജിൽ നോക്കൂ. ജീത്തിനെ നാസിയക്കോ ചാദർ കെ പീച്ചെ ഡൂണ്ട. ജീത്ത് എന്താണ്? നാസിയ എവിടെയാണ് അന്വേഷിച്ചു പോകുന്നത്? ചാദർ കെ പീച്ചെ. ചാദർ എന്താണ്? കണ്ടോ? അതിലൊരു തുണി എടുക്കുന്നുണ്ട് അല്ലെ, ഒരു വിരി, ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് അല്ലെ. ബെഡ്ഷീറ്റിന്റെ പിന്നിലായിട്ട് നോക്കുകയാണ്. പീച്ചെ എന്ന് വെച്ചാൽ എന്താ? പിറകിൽ, പിന്നിൽ നിന്നൊക്കെ അർത്ഥമാണ്. അന്വേഷിക്കുകയാണ്. ഫിർ ജീത്ത് നാസിയ കൊണ്ടൂണിനെ കേലി ബാഹറായ. പിന്നീട് എന്താണ്? ജീത്ത് നാസിയെ അന്വേഷിക്കാനായിട്ട് പുറത്തേക്ക് വരികയാണ്. ബാഹർ എന്ന് വെച്ചാൽ എന്താണ്? പുറത്ത്. അന്തർ എന്ന് വെച്ചാൽ എന്താ? ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ്. അതിന്റെ വിലോം ശബ്ദമാണ് എന്ത്? ബാഹർ. ഓപ്പോസിറ്റ് ആണ് ഏത്? ബാഹർ. വഹ് പേട് കെ നീച്ചെ ഗഡാ ഹോക്കർ സോച്ചിനെ ലഗ. എന്താണ് അവൻ ചെയ്യുന്നത്? എവിടെ നിൽക്കുന്നവൻ? പേട് എന്താണ്? മരമാണ്. വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് നീച്ച എന്ന് വെച്ചാൽ എന്താ? താഴെ.
ഗഡാ ഹോക്കർ അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്. സോച്ചിനിലൊക്കെ എന്താണ് ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്. ഇനി എവിടെ പോയി ആരെയെ കണ്ടു കിട്ടാത്തുള്ളത്? ആരെന്നെ അന്വേഷിക്കാനായിട്ടാണ് പോയത്? നാസിയൻ അല്ലേ. നാസിയാനെ ഊപ്പർ സെ കൂത് കർ ഉസേ ദപ്പാ ദിയെ. നാസിയ എന്ത് ചെയ്തു ആ സമയത്ത്? മുകളിൽ നിന്ന് വന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്തു? ഊപ്പർ സെ കൂത് കർ ഉസേ ദപ്പാ ദിയ അല്ലെ. മുകളിൽ നിന്ന് ചാടി വന്നിട്ട് എന്ത് ചെയ്തു? പുറത്ത് നോക്കി ഒരൊറ്റ അടി കൊടുത്തു അല്ലെ. കൂത്കർ ഉസേ ദപ്പാ ദിയ. ദപ്പാന്ന് വെച്ചാൽ എന്താ? അടിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടാ. ജി ദുബാര ഗിൻതി ഗിന്നെ ചൽ ദിയ. അങ്ങനെ എന്താണ് അടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇത്? ജീത്ത് വീണ്ടും എണ്ണാനായിട്ട് തുടങ്ങുകയാണ്. ദുബാര എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമതെന്നുള്ള അർത്ഥമാണ്. ഗിൻതി ഗിന്നി എന്ന് വെച്ചാൽ എന്താ? നമ്പറുകൾ കേട്ടാ. ഗിന്നെന്ന് വെച്ചാൽ എണ്ണാനായിട്ട് ആരംഭിക്കുന്നത്. ആരെ എഴുതിയിട്ടുള്ളതാണ്? സാബാർ ബാർക്ക ക്രമിക് പുസ്തകമാല NCERT-യുടെ ഏതാണ്? സാബാർ ബാർക്ക ക്രമിക് പുസ്തകമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ്. നല്ല കഥയാണോ? ഇപ്പൊ കുറച്ചു നാളായിട്ട് നമ്മള് പാഠത്തിലൊക്കെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കളികളെ കുറിച്ചിട്ടാണ് അല്ലേ. കളികളെ കുറിച്ചുള്ള കഥകളും ഇതിനു മുൻപ് നമ്മൾ പഠിച്ചു അല്ലേ. കളിയെ കുറിച്ചുള്ളവര് ഏതാ പഠിച്ചത്? കവിത പഠിച്ചു അല്ലേ.